അതായത് സമയക്കുറവുണ്ട്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ച് തീർക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് റെഫർ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ ഒരു നോട്ടുകൾ എന്ന് പറയുന്നത് ഇൻഫോഗ്രാഫിക്സ് എല്ലാം ചിത്രങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടാണ്. ഹായ് എവരിവൺ, വെൽക്കം ടു KS റാങ്കർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾക്കറിയാം നമ്മൾ 10th ലെവൽ പ്രിലിംസ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട്, അതായത് 10th ലെവലിന് ഇപ്പോൾ നമുക്ക് പ്രിലിംസ് എക്സാമിനേഷൻ വരുന്നുണ്ട്. LGS കമ്പനി ബോർഡ് LGS എക്സാമിനേഷൻ ആയി കഴിഞ്ഞാലും അതുപോലെ തന്നെ ബേവ് KRD ഈ പറയുന്ന തസ്തികകളിലേക്കൊക്കെ ഒരു പ്രിലിംസ് എക്സാമിനേഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ പ്രിലിംസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രീ ആയിട്ടുള്ള കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആദ്യം എൻറോൾ ചെയ്യുന്ന 500 പേർക്ക് മാത്രമാണ് ആ ഫ്രീ ആയിട്ടുള്ള ഒരു കോഴ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ആ ഫ്രീ കോഴ്സിൽ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ലഭിക്കുന്നത്, അത് നിങ്ങൾ എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, അവസാനം വരെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സംശയമില്ലാതെ ആ കോഴ്സ് കൃത്യമായിട്ട് എടുത്ത് പഠിച്ച് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഓരോ മെറ്റീരിയൽസും ഓരോ നോട്ട്സും ഓരോ ക്ലാസ്സസും എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് ഈ ഒരു വീഡിയോ ആണ്. ഒരു മെൻറ്റർഷിപ്പ് വീഡിയോ, അതല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഓറിയൻറ്റേഷൻ വീഡിയോ ആയിട്ട് ഈ വീഡിയോ സെഷനെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി മറ്റൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത്, നമ്മളൊരു 120 ദിവസത്തെ ടാർഗറ്റാണ് വെക്കുന്നത്. ആ 120 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഓൾറെഡി നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ 120 ദിവസം കൊണ്ട് ആ സ്റ്റഡി പ്ലാൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെ പഠിച്ച് തീർക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് KS റാങ്കറിൻ്റെ യൂട്യൂബ് ചാനലും ടെലഗ്രാം ചാനലും നിർബന്ധമായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഡെയിലി നമുക്ക് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ വരുന്നുണ്ട്. ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീ ക്ലാസ്സുകൾ ഓൾറെഡി റണ്ണിംഗ് ആണ്. ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലും ടെലഗ്രാം ചാനലും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനും മറക്കരുത്. ഇനി ഈ കോഴ്സുകൾ നിങ്ങൾക്ക് എങ്ങനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ കോഴ്സുകൾ 2 രീതിയിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ആദ്യം ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോവുക. പ്ലേ സ്റ്റോറിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ KS റാങ്കർ എന്ന് സെർച്ച് ചെയ്യുക. KS റാങ്കർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് വരുന്നതായിരിക്കും. ആ ആപ്പ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ കോഴ്സുകളൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ അടുത്ത് ആപ്പ് ഇല്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആൻഡ്രോയിഡ് യൂസേഴ്സ് അല്ല, നിങ്ങൾ ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ക്ലാസ്സുകൾ കാണുന്നത്, അതല്ലെങ്കിൽ നിങ്ങളൊരു iOS യൂസറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിൻ എടുക്കുക. നിങ്ങൾ ഏത് ബ്രൗസറാണോ യൂസ് ചെയ്യുന്നത്, ഏത് ബ്രൗസറായാലും കുഴപ്പമില്ല, ഇപ്പോൾ സഫാരി ആയാലും കുഴപ്പമില്ല, ഗൂഗിൾ ക്രോം ആയാലും കുഴപ്പമില്ല, നിങ്ങൾ ജസ്റ്റ് ആ ഒരു ബ്രൗസറിൽ KS റാങ്കർ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ വരുന്നത് KSranker.com എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റ് ആയിരിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ വെബ്സൈറ്റിലേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് കോഴ്സസ് എന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആ കോഴ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ആ കോഴ്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോഴ്സ് പേജിലേക്ക് നിങ്ങൾ എത്തുന്നതായിരിക്കും. അപ്പോൾ ആ കോഴ്സ് പേജിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ലെയർ ഓഫ് എക്സാമിനേഷൻ, ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ, 10th ലെവൽ എക്സാമിനേഷനൊക്കെ വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. താഴേക്ക് വരുന്ന സമയത്ത് 10th ലെവലിൻ്റെ കോഴ്സും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ ഇപ്പോൾ PSC ഡിഗ്രി ലെവൽ, ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞു തരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സ് ആയി കഴിഞ്ഞാലും നമ്മുടെ ഒരു കോഴ്സും നിങ്ങൾ പർച്ചേസ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ പേയ്മെൻ്റ് ഉള്ള കോഴ്സുകളുടെ കേസാണ് പറയുന്നത്, ഫ്രീ ആയിട്ടുള്ള കോഴ്സുകൾ സെപ്പറേറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇൻ കേസ് നിങ്ങൾ ഏതെങ്കിലും കോഴ്സുകൾക്ക് എൻറോൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ ആ എൻറോൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് അറ്റ്ലീസ്റ്റ് 5 ദിവസം നിങ്ങൾക്കത് ആക്സസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, 5 ദിവസം നിങ്ങൾക്കത് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്ത് നോക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിനുശേഷം മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ കോഴ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് 2 കോഴ്സുകളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ടെസ്റ്റ് സീരീസ് ആൻഡ് മെൻറ്റർഷിപ്പ് ബാച്ച് വരുന്നുണ്ട്. ഓക്കെ, ടെസ്റ്റ് സീരീസ് പ്ലസ് മെൻറ്റർഷിപ്പ് ബാച്ച്, അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസ് ബാച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റ് സീരീസ് ബാച്ച് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 5 ദിവസത്തേക്ക് അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, 1 ടൈം പേയ്മെൻറ്റ് വരുന്നുണ്ട്, അത് 600 റുപ്പീസാണ് വരുന്നത്. ദെൻ ഫ്രീ ആയിട്ട് 5 ദിവസത്തേക്ക് നിങ്ങൾക്ക് കോഴ്സ് മുഴുവൻ നോക്കാം. അതിൽ ലിമിറ്റേഷൻ ഒന്നുമില്ല. 5 ദിവസം കംപ്ലീറ്റ്ലി നിങ്ങൾ ആ കോഴ്സ് എല്ലാ ക്ലാസ്സുകളും എല്ലാ മെറ്റീരിയൽസും ഒക്കെ നിങ്ങൾക്ക് നോക്കി ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ഡെബിറ്റ് ആവില്ല. അപ്പോൾ കോഴ്സ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്താൽ മതി എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് എടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്ന് പോലുമില്ല, പർച്ചേസ് ചെയ്യാതെ തന്നെ ഈ കോഴ്സിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഇവിടെ നിങ്ങൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, വെബ്സൈറ്റിൽ വന്ന് താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ PYQ അനാലിസിസ് വരുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെല്ലാം ക്ലാസ്സുകൾ വരുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല, പക്ഷേ ഏതെല്ലാം ക്ലാസ്സുകൾ വരുന്നുണ്ട്, അതിൽ എന്തെല്ലാം മെറ്റീരിയൽസ് വരുന്നുണ്ട്, ഇപ്പം മലയാളം നോട്ട്സ് വരുന്നുണ്ട്, ഇംഗ്ലീഷ് നോട്ട്സ് വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഗവർണൻസ് ആണെങ്കിൽ 94 അറ്റാച്ച്മെൻറ്റ് വരുന്നുണ്ട്,
വരുന്നുണ്ട്. ഏകദേശം 41 മണിക്കൂറോളം ക്ലാസ്സുകൾ വന്നിട്ടുണ്ട്. അതിൽ എന്തെല്ലാം ക്ലാസ്സുകൾ വരുന്നുണ്ട്, അതിൻ്റെ മലയാളം നോട്ട്സ്, അതിൻ്റെ മിനി അസസ്മെൻറ്റ് ടെസ്റ്റുകൾ, അങ്ങനെ ഡീറ്റെയിൽസ് മൊത്തം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ കോഴ്സുകളും ഓരോ ഭാഗത്തും എന്തെല്ലാമാണ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത് എന്നുള്ളത് കോഴ്സിൽ എൻറോൾ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി എൻറോൾ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും 5 ദിവസത്തേക്ക്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ആ ഒരു കോഴ്സ് പ്ലാനുകളൊക്കെ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പർച്ചേസ് ചെയ്തതിന് ശേഷം അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നില്ല. എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ട് അല്ലെങ്കിൽ ആ കോഴ്സുകൾ മനസ്സിലാക്കി ക്ലാസ്സുകളൊക്കെ കേട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി. ഇനി നമ്മൾ 10th ലെവലിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് 10th ലെവൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആദ്യത്തെ 500 പേർക്ക് മാത്രമാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ കോഴ്സ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. താഴേക്ക് വരുന്ന സമയത്ത് 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്ന് ഫ്രീ ഓപ്ഷനാണ്. ഓക്കെ, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അടുത്തത് മന്ത്ലി പേയ്മെൻറ്റ് പ്ലാനാണ്. അതാണ് MPP എന്ന് പറയുന്നത്, മന്ത്ലി പേയ്മെൻറ്റ് പ്ലാനാണ്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മന്ത്ലി പേയ്മെൻറ്റ് പ്ലാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മാസവും നിങ്ങൾ 99 രൂപ കൊടുത്ത് അത് റിന്യൂ ചെയ്യണം. EMI പോലെയല്ല, 99 രൂപ നമ്മൾ സാധാരണ മൊബൈൽ റീചാർജ് ഒക്കെ ചെയ്യുമല്ലോ, അതുപോലെ 99 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ മാസം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അടുത്ത മാസം നിങ്ങൾ 99 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണാം. ഓട്ടോമാറ്റിക്കലി നിങ്ങളിൽ നിന്ന് ഡെബിറ്റ് ആവില്ല. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോഴ്സ് എടുക്കാം. പക്ഷേ ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിട്ട് ആദ്യത്തെ 500 പേരിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക. ഈ പറയുന്ന ഫ്രീ ആയിട്ടുള്ള കോഴ്സ് ഇപ്പോഴും ഫ്രീ ആയിട്ട് തന്നെ അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഫ്രീ ആയിട്ട് തന്നെ ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അവിടെ കൊടുത്തതിന് ശേഷം ബൈ നൗ ഫോർ ഫ്രീ എന്ന് പറയുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ ഇവിടെ കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ എൻറോൾ ചെയ്യേണ്ടത്. ഇനി ഈ കോഴ്സിലേക്ക് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും കിട്ടുക എന്നുള്ളതും കൂടെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് കോഴ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ആക്സസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ രണ്ടും കാണിച്ചു തരുന്നുണ്ട്. അതായത് വെബ്സൈറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെ ചെയ്യണം, ആപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇതിൻ്റെ ഈ ഒരു വീഡിയോയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ ഒരു സൈഡിൽ നിങ്ങൾക്ക് ആ ആപ്പ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ക്ലാസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യുക എന്നുള്ളതും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലെ ആയിരിക്കും ഈ ഒരു കോഴ്സ് കാണുന്നത്. ഓക്കെ, ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു കോഴ്സ് വരുന്നത്. ആ കോഴ്സ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഡെയിലി സ്റ്റഡി പ്ലാൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ നിങ്ങൾ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസത്തെയും സ്റ്റഡി പ്ലാൻ എന്താണെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡിൽ ആപ്പിലാകുന്ന സമയത്ത് അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റേണ്ടതാണ്. അപ്പോൾ ഇവിടേക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓരോ ദിവസത്തെയും ആ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെയാണെന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ആദ്യം ജനുവരി 6 ഇന്ന് വരുന്നത് 1857 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ്. അതുപോലെ 120 ദിവസത്തേക്കുള്ള ആ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് ഇവിടെ ഒന്നാമത് വരുന്നത്. അതിനുശേഷം ഓരോ സബ്ജക്റ്റുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടേണ്ടത് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ പഠിക്കേണ്ടത് ഈ പറയുന്ന 1857 സ്വാതന്ത്ര്യ സമരം, അതിൻ്റെ കാരണങ്ങൾ, പ്രധാന നേതാക്കൾ, അതുമായി അതിൻ്റെ പിന്നിൽ വരുന്ന അങ്ങനെ എല്ലാ കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് പഠിക്കണം. അപ്പോൾ അതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ നോട്ട്സിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും 3 നോട്ടുകൾ പാട്ടായിട്ട് 3 നോട്ടുകൾ തന്നിട്ടുണ്ട്. അതിനുശേഷം വേറെ 2 നോട്ടുകളും കൂടെ തന്നിട്ടുണ്ട്. ഇത് ഓരോ നോട്ടുകളും എങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ആദ്യം വരുന്നത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ ഒരു നോട്ടുകൾ എന്ന് പറയുന്നത് ഇൻഫോഗ്രാഫിക്സ് എല്ലാം ചിത്രങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഈ പറയുന്ന ഡൽഹിയിൽ അല്ലെങ്കിൽ മീററ്റ് ഈ ഭാഗങ്ങളിലുണ്ടായിട്ടുള്ള ആ ഒരു കലാപം ഇന്ത്യ മുഴുവൻ എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു ഇമേജാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഇൻഫർമേഷൻസും ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഈ ഒരു കലാപത്തിന് പിന്നിൽ വരുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്, രാഷ്ട്രീയ കാരണങ്ങൾ, സാമ്പത്തിക കാരണങ്ങൾ, സാമൂഹിക മതപരമായ കാരണങ്ങൾ, സൈനിക കാരണങ്ങൾ, ഇങ്ങനെ ഓരോ കാരണങ്ങൾ വരുന്നുണ്ട്. ഓരോ കാരണങ്ങളും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, പഠിക്കണം. ഇനി അതുപോലെ തന്നെ ദത്താവകാശ നിരോധന നിയമം വരുന്നുണ്ട്, അവധ് പിടിച്ചെടുക്കുന്നത്, ഭരണാധികാരികളുടെ അനാദരവ്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതൊക്കെ ഇമേജ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് അത് ആ ചിത്രങ്ങളും കൂടെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് പോകും. അതുപോലെ ഇന്ത്യയിൽ നിന്നുള്ള സമ്പത്തിൻ്റെ ചൂഷണവും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ കനത്ത നികുതി, അതുപോലെ തന്നെ വ്യവസായങ്ങളുടെ, അതായത് നമ്മുടെ ഇന്ത്യയിൽ വരുന്ന ഇൻഡസ്ട്രീസിൻ്റെ തകർച്ച. അപ്പോൾ അത്തരം ഇൻഡസ്ട്രീസിൻ്റെ തകർച്ചയാണ് ഫാർമേഴ്സ്, അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ്, അതായത് കുടിൽ വ്യവസായങ്ങൾ, ഇവരൊക്കെ ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇതാണ്. അതുപോലെ സൈനികരുടെ അതൃപ്തി വരുന്നുണ്ട്. അപ്പോൾ സൈനികരുടെ അതൃപ്തി തന്നെ നോക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് കാരണങ്ങൾ വരുന്നുണ്ട്. അതിലൊരു കാരണമായിരുന്നു എൻഫീൽഡ് റൈഫിൾസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത്. അതുപോലെ തന്നെ അവർക്ക് പ്രൊമോഷൻ കൊടുക്കാത്തത്, കടൽ കടന്നുകൊണ്ട് പോയിട്ട് അവർ സർവീസ് ചെയ്യണം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ പോസ്റ്റൽ ആക്റ്റിൽ മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നത്, ഇനി അവരോടുണ്ടായിരുന്ന ഹീനിയസ് ആയിട്ടുള്ള
പെരുമാറ്റങ്ങൾ, അവരെ റെസ്പെക്റ്റ് ചെയ്യാത്ത രൂപത്തിൽ ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന പെരുമാറ്റങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകളായിരിക്കും ഇനി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓവറോൾ ഒരു സബ്ജക്റ്റിനെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെയും നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എൻഫീൽഡ് റൈഫിൾസും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം. ദെൻ മംഗൾ പാണ്ഡെയുടെ ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് മുതൽ, അതായത് മംഗൾ പാണ്ഡെയാണ് ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. അത് മുതൽ പിന്നീട് എങ്ങനെയാണ് 1857 കലാപം പിന്നീട് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ടൈം ലൈനും ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ എവിടെയെല്ലാമാണ് പ്രധാനമായിട്ടും കലാപങ്ങൾ നടന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. കലാപത്തിൻ്റെ പ്രധാനമായിട്ടുള്ള സെൻറ്റേഴ്സ്, ഓരോ സെൻറ്റേഴ്സിലെയും പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു എന്നുള്ളത്, ഇങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ അമരക്കാരായിട്ട് വരുന്ന ഓരോ പ്രദേശത്തെയും ലീഡേഴ്സിനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ചിത്രങ്ങളിലൂടെ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു ക്ലാസ് കേൾക്കുന്ന ലാഘവത്തോടെ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി പാർട്ട് 2ലേക്ക് വരുന്ന സമയത്തും ഇതുപോലെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെയും ഇപ്പോൾ രാഷ്ട്രീയ കാരണങ്ങൾ, സാമൂഹിക മതപരമായിട്ടുള്ള കാരണങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ, അതിൽ ദത്തബഹര അല്ലെങ്കിൽ ദത്തവകാശ നിയമം അത് വരുന്നുണ്ട്. അത് പ്രകാരം പിടിച്ചെടുത്തുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് മാപ്പിലൂടെ തന്നെ കണ്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇന്ത്യക്കാരുടെ കൃഷിയിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ വ്യവസായത്തിൽ നിന്നും കൃഷിയിൽ നിന്നും വരുന്ന വരുമാനത്തിന് ബ്രിട്ടീഷുകാർ കടൽ കടത്തി കൊണ്ടുപോയത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി സാമൂഹികപരവും മതപരവുമായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കാരണങ്ങൾ വരുന്നുണ്ട്. ഓരോന്നും ഇമേജ് സഹിതം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുക, ഉയർന്ന പദവികളിലേക്ക് സ്ഥാനക്കയറ്റം ഇല്ല എന്നുള്ളത്. അതുപോലെ ബ്രിട്ടീഷ് സൈനികരെക്കാൾ കുറഞ്ഞ ശമ്പളമായിരുന്നു ഇന്ത്യക്കാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ വായിച്ച് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓരോരുത്തരും ഉണ്ടായിരുന്ന ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഇനി ഇവിടേക്ക് എത്തുന്ന സമയത്ത് പ്രധാനപ്പെട്ട കലാപങ്ങൾ നടന്ന പ്രദേശവും അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതും കൂടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി തേർഡ് പാർട്ടിലേക്ക് വരുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ശിപ്പായി ലെവൽ അല്ലെങ്കിൽ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുവന്ന ഒരു അനാലിസിസ് ആണ്. എങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളൊരു ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വിപ്ലവത്തിലേക്ക് നയിച്ച അടിസ്ഥാന കാരണങ്ങൾ, ഓരോന്നിലും വരുന്ന കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, യെസ്. ദെൻ അതിനുശേഷം ഈ പറയുന്ന കലാപത്തിനെ അടിച്ചമർത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് നേതാക്കൾ ആരൊക്കെയാണ്, ആ സമയത്ത് ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്. കാരണം 1857 ആയല്ലോ, അതോട് കൂടിയിട്ട് പിന്നീട് വൈസ്രോയി ആകുന്നുണ്ട്. അതുവരെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിരുന്നു. അപ്പോൾ അന്നത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ പിന്നീട് 1858 ശേഷമുള്ള വൈസ്രോയി, കാരണം ആ സമയത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നീട് വരുന്ന വൈസ്രോയി ആരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓരോ പ്രദേശവും മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഝാൻസി ഇവിടെ മാപ്പിൽ മാർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ആരാണ്, ഹ്യൂ റോസ് ആണ് ഝാൻസിയുടെ കലാപങ്ങളെ അടിച്ചമർത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇമേജ് വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഓർമ്മയിൽ നിൽക്കും. അതുപോലെ തന്നെ പലതവണ PSC ചോദിച്ചൊരു ചോദ്യമാണ് റിലീഫ് ഓഫ് ലക്നൗ എന്ന് പറയുന്നത്. ഒരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ആ പെയിൻറ്റിങ്ങിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ എന്തുകൊണ്ട് വിപ്ലവം പരാജയപ്പെട്ടു എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻഫോഗ്രാഫിക്സ് ആയിട്ട് അടങ്ങിയിട്ടുള്ള ഒരു നോട്ട്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഇനി നിങ്ങൾക്ക് സമയമില്ല, നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്തിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു നോട്ടാണ് ഇത്. ഇവിടെ നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, കാരണം 4 പേജേ വരുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓരോ ബുള്ളറ്റ് പോയിന്റുകളായിട്ട് 1, 2, 3 അങ്ങനെ കൊടുത്തതാണ്. പശ്ചാത്തലവും അതുപോലെ തന്നെ കലാപത്തിൻ്റെ സ്വഭാവം കഴിഞ്ഞു. ദെൻ കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല, എന്നാലും എല്ലാം വളരെ ബ്രീഫായിട്ട് നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണയുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾ റെഫർ ചെയ്താൽ മതി. അതായത് സമയക്കുറവുണ്ട്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് റെഫർ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഭരണപരമായിട്ടുള്ള മാറ്റങ്ങൾ, കാര്യങ്ങൾ ഓരോന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ല, പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോട്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കുക, 1857 വിപ്ലവത്തിനുള്ള കാരണങ്ങൾ, ഒരുപാട് കാരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടായിരിക്കും ഇത്. ഏകദേശം 1857 വിപ്ലവത്തിനെ കുറിച്ച് മാത്രം 8 പേജിൽ പറയുന്നുണ്ട്. ഓക്കെ, അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു നോട്ടാണ്. ഓരോന്നും ഇതുപോലെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ദത്തവകാശ നിയമത്തിനെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ വിപ്ലവത്തിൻ്റെ ഒരു ഗതി പറയുന്നുണ്ട്. കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു, അവിടെയൊക്കെയാണ് പ്രധാനമായിട്ടും
കലാപങ്ങൾ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട്. ഇനി ദത്താവകാശ നിരോധന നിയമത്തിനെ കുറിച്ചിട്ട് തന്നെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നിങ്ങൾ നോക്കുക, ഒരു പ്രധാനപ്പെട്ട കാരണം പറഞ്ഞത് ദത്താവകാശ നിരോധന നിയമമാണ്. അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി പോകാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ഒരു നോട്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് വരുന്ന ക്യൂൻസ് പ്രൊക്ലമേഷൻ വരുന്നുണ്ട്. അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നോക്കുക. ദെൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 വരുന്നുണ്ട്. കലാപം അടിച്ചമർത്തിയ സൈനികർ അവരാരൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. ദെൻ 1857 വിപ്ലവത്തിലെ പ്രധാന നേതാക്കൾ എല്ലാ റീജിയണും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടാണ് ഇവിടെ ഈ മൂന്നാമത്തെ നോട്ട് എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു ക്ലാസ്സും കൂടെ, അപ്പോൾ ക്ലാസ് ഉറപ്പ് പറയുന്നതല്ല, സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ്സും കൂടെ ഓരോ വീഡിയോയ്ക്കും നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇത്രത്തോളം ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസും ക്ലാസ്സുകളും ഒക്കെ കിട്ടുന്നത്. നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലാണോ നിങ്ങൾ വരുന്നത്, നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് സമയമുണ്ട്. ഒരു 7-8 മണിക്കൂറൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നാൽ നിങ്ങൾ ഒരു ഹൗസ് വൈഫാണ്, നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാൻ സമയമില്ലെങ്കിൽ ഇതിന് തൊട്ട് മുമ്പ് വരുന്ന ഈ ഒരു 4 പേജ് വരുന്നത് നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് അത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമില്ലാത്ത സമയത്തൊക്കെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്, എപ്പോഴെങ്കിലും നിങ്ങളൊരു 10-25 മിനിറ്റൊക്കെയാണ് പഠിക്കാൻ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആദ്യത്തെ 3 മെറ്റീരിയൽസ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് നോക്കുക. ഇങ്ങനെ വെച്ചുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ആപ്പിലാണെങ്കിൽ ഒന്ന് സ്വൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അങ്ങനെ വായിച്ച് പോകാം. നിങ്ങൾക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇമേജസും കാര്യങ്ങളൊക്കെ കൊടുത്തതുകൊണ്ട് ഓർമ്മയിൽ നിങ്ങൾക്കത് നിൽക്കുന്നതായിരിക്കും. അപ്പം അങ്ങനെ മെമ്മറിയിൽ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഓരോ ദിവസത്തെയും പ്ലാനുകൾ അനുസരിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള നോട്ടുകൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന PYQ അനാലിസിസ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്ലാസ്സുകളും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഓക്കെ, ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നൽകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രത്തോളം വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് വരുന്ന ഒരു ഇനീഷ്യേറ്റീവാണിത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചാൻസ് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് കൺവേ ചെയ്യാനുള്ളത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. സോ എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, മാക്സിമം നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ താങ്ക് യു എവരിവൺ. നന്നായിട്ട് പഠിക്കുക. സ്റ്റഡി വെൽ. ഓൾ ദ ബെസ്റ്റ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് കമ്പനി ബോർഡ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് 2 കോഴ്സുകളാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കറൻ്റ്ലി റണ്ണിങ് ആയിട്ടിരിക്കുന്നത്. ഒന്ന് ടെസ്റ്റ് സീരീസ് പ്ലസ് മെൻറ്റർഷിപ്പ് ബാച്ച് വരുന്നുണ്ട്. അപ്പോൾ ടെസ്റ്റ് സീരീസ് പ്ലസ് മെൻറ്റർഷിപ്പ് ബാച്ചിലേക്ക് വരുന്ന സമയത്ത് ഒന്ന് നമ്മുടെ യൂട്യൂബിലൊക്കെയുള്ള ക്ലാസ്സുകളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡിംഗ് ക്ലാസ്സസ്, യൂട്യൂബിൽ നടക്കുന്ന ക്ലാസ്സുകളുടെ റെഗുലർ ക്ലാസ്സുകളുടെ, അതായത് സബ്ജക്റ്റ് ബേസ് ആയിട്ടുള്ള കോർ സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളുടെ ഒക്കെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതാണ് ടെസ്റ്റ് സീരീസ് ബാച്ച് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ അകത്ത് ടെസ്റ്റ് സീരീസ് ഉണ്ടായിരിക്കും. കറൻ്റ്ലി നമ്മുടെ ടെസ്റ്റ് സീരീസ് റണ്ണിംഗ് ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായിരിക്കും. ടെസ്റ്റ് സീരീസ് നിങ്ങൾ ആ ഒരു കോഴ്സ് സെഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും താഴെ ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ ടെസ്റ്റ് സീരീസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മിനി ടെസ്റ്റ്, അതും സെപ്പറേറ്റ് ആയിട്ട് ഓരോ സബ്ജക്റ്റുകൾ, ഓരോ ക്ലാസ്സുകൾ കഴിയുന്നതിനനുസരിച്ചിട്ട് മിനി ടെസ്റ്റും ആഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ലാതെ ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോഗ്രാഫിക്സ് അടക്കമുള്ള നോട്ട്സ് നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് ബാച്ചിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി മെൻറ്റർഷിപ്പ് ബാച്ച് അതിലേക്ക് വരുന്ന സമയത്ത് എക്സ്ട്രാ ആയിട്ടുള്ള PYQ ഡിസ്കഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് സെഷൻസ്, ദെൻ റിവിഷൻ ക്ലാസ്സസ്, ഇതെല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ് മെൻറ്റർഷിപ്പ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന ഒരു കോംബോ ഓഫർ, അതായത് ടെസ്റ്റ് സീരീസ് പ്ലസ് മെൻറ്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു കോംബോ ഓഫർ ഇപ്പോൾ കറൻ്റ്ലി 1200 രൂപയാണ് ഈ 2 ബാച്ചിനും കൂടെ വരുന്നത്. ഇനി ഇതിൽ ടെസ്റ്റ് സീരീസ് ബാച്ച് മാത്രമായിട്ട് പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസ് ബാച്ച് മാത്രമായിട്ട് ആക്സസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതും കറൻ്റ്ലി നിങ്ങൾക്ക് ആപ്പിൽ നിന്ന് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഈ പറയുന്ന എല്ലാ സബ്ജക്റ്റുകളും ഇതിൽ കവേർഡാണ്. ഇനി ഇതിൽ നമ്മൾ കവേർഡ് ആവാത്ത സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററിയാണ്. പക്ഷേ വേൾഡ് ഹിസ്റ്ററി കവർ ആവില്ല എന്ന് പറയുന്ന സമയത്തും നമ്മൾ കവർ ആവില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ബട്ട് നമ്മൾ അതിൻ്റെ നോട്ടുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു 1 ടൈം നിങ്ങൾ റീഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലുള്ള നോട്ടുകൾ. ഇത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് മലയാളം നോട്ട്സ് പ്രൊവൈഡ് ചെയ്യില്ല എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ മലയാളം നോട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം, ഇതിനും നമ്മൾ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എന്നാലും ഇപ്പോഴത്തെ നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് പറയുന്ന സമയത്ത് ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് കറൻ്റ്ലി പറയുന്നത്. ബട്ട് അതിനെന്തെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കോഴ്സുകൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ KS റാങ്കറിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകാം. അതല്ലെങ്കിൽ KS റാങ്കറിൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് അതിൽ നിന്നും കോഴ്സുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. സോ ഗുഡ് ഈവനിങ് എവരിവൺ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം.